ഗൈസ്, ഒരു ചെറുകടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ടെറസിലേക്ക് നമ്മൾ ഓടിച്ചെന്നത്. നോക്കുമ്പോ ഒരു കള്ള പൊന്മാൻ ടാങ്കിന്റെ അകത്തുനിന്ന് പറന്ന് പ്ലാവിന്റെ മണ്ടയിലേക്ക് പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആശാൻ മീനിനെ പിടിക്കാനായി ഏതോ ഒരു ഗ്യാപ്പിൽ കൂടി ടാങ്കിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോ നെറ്റ് വന്ന് മണ്ടേക്കട വീണ് ആശാൻ അതിന്റെ അകത്ത് ലോക്കായി പോയി. ആ ടൈമിലുണ്ടായ ബഹളത്തിന്റെ ഒച്ചയാണ് നമ്മൾ അകത്ത് കേട്ടത് കേട്ടോ. എന്തായാലും ഇവൻ മീനുകളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ 4 എണ്ണം ഉള്ളതിൽ നെറ്റ് ഉപയോഗിച്ച് കോരി നോക്കിയപ്പോ ഒരു സ്പോട്ടഡ് കാറ്റ്ഫിഷിനെ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം എത്ര ഇട്ട് അരിച്ചിട്ടും മീനിന്റെ അനക്കം പോലും ഇതിലുള്ളതായി കാണാനുമില്ല. ഇനിയുള്ള ഒരേ ഒരു വഴി ടാങ്കിലെ വെള്ളം മൊത്തത്തിൽ മാറ്റി മീൻ ഇതിൽ ബാക്കിയുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കലാണ്. അല്ലേലും വെയിലടിച്ച് പായല കയറിയ ടാങ്കിലെ വെള്ളം മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ കരുതിയ പോലെ തന്നെ വെള്ളം മാറ്റി അരിച്ചു നോക്കിയപ്പോ വീണ്ടും 2 കാറ്റ്ഫിഷിനെ കൂടെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിനുശേഷം എത്ര അരിച്ചു നോക്കിയിട്ടും നോ രക്ഷ. ഈ ഒരു മീനിനെ പൊന്മാൻ കൊണ്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ നിരാശയോടെ ബാക്കി വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ടാങ്കിന്റെ അകത്ത് വീണ്ടും ഒരു വാല് കണ്ടു കേട്ടോ. ഇതോടുകൂടി നമ്മുടെ പോയ ഊർജ്ജം തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ 4 സ്പോട്ടഡ് കാറ്റ്ഫിഷുകളും നമ്മുടെ കയ്യിൽ സേഫ് തന്നെയാണ്. കാണാനൊരു ലുക്കില്ലെങ്കിലും ടാങ്കിലെ പായല് കാരണമാവണം പൊന്മാനെ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്ത് പിടിക്കാൻ കഴിയാഞ്ഞത്. എന്തായാലും നമ്മൾ ഇനി തൊട്ട് നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷിന് കുറച്ച് കെയർ കൂടുതൽ കൊടുക്കാൻ പോവാണ് കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് എത്രയും വേഗം ഇവന്മാരെ മോൺസ്റ്റർ സൈസ് ആക്കി മാറ്റേണ്ടതുണ്ട്. ഇവരുടെ അപ്ഡേഷൻ വീഡിയോസ് തുര ഇനി വരുന്നതായിരിക്കും കേട്ടോ.